അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്. മര്യാദകൾ വെച്ച് ഏറ്റവും വലിയ മര്യാദ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദയാണ്. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ വിശപ്പകറ്റാനുള്ള ഒരു പ്രക്രിയ മാത്രമായി കരുതരുത്. ഇത് അള്ളാഹുവിനിക്കുള്ള ഒരു ഇബാദത്തും കൂടെയാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയ്യത്ത് കരുതണം. എന്താ നിയ്യത്ത് കരുതേണ്ടത്? അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആ ഒരു നിയ്യത്ത് കരുതുകയാണെങ്കിൽ അത് ഇബാദത്തായി മാറും. അതിലൂടെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രതിഫലവും കിട്ടും. ആ ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു ഇബാദത്താക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക. ഇവിടെ ഒരുപാട് നിബന്ധനകൾ, ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയുമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടുകാരുമായി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെ മര്യാദ പറയുമ്പോൾ ആദ്യമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു സമ്പ്രദായം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. എന്താണത്? ഇന്ന് നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ സമയമായാൽ നമ്മുടെ ഉമ്മ പങ്ങന്മാര് ഭക്ഷണമൊക്കെ വിളമ്പി റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം ഓരോ ആളുകളെയും വിളിക്കും. ആ സമയത്ത് ബാപ്പ ഒരു റൂമിലായിരിക്കും, മക്കള് വേറെ റൂമിലായിരിക്കും, അവരെന്തെങ്കിലും ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ അവര് പറയും, ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. എന്നാൽ ഇവിടെ ഭക്ഷണം ഇവിടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഭക്ഷണത്തോടുള്ള അദബ് കേടാണ്. ഭക്ഷണത്തിൽ ബറക്കത്തില്ലാതിരിക്കാനുള്ള കാരണമാകും. അതുകൊണ്ട് ആദ്യം എല്ലാവരും വന്നിരിക്കുക, ഇരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പുക. അങ്ങനെ ആയിരിക്കണം ഇൻഷാ അള്ളാഹ് നമ്മുടെ വീടുകൾ. ഞാനിവിടെ ഓരോ കാര്യവും അക്കമിട്ട് എണ്ണി പറയുന്നില്ല, കാരണം ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും കഴുകണം. ഭക്ഷണത്തിന് മുമ്പും കഴുകണം, ഭക്ഷണം കഴിച്ചതിന് ശേഷവും കഴുകണം. എന്നാൽ ഇന്ന് നമ്മളിൽ പല ആളുകളും കൈ കഴുകുന്നത് കണ്ടാൽ വളരെ വിചിത്രമാണ്. വെള്ളത്തിന്റെ ടാപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒരു കൈ ഒന്ന് നനച്ചിട്ട് വരും. എന്നിട്ട് പറയും, ഞാനിപ്പോ കുളിച്ചിട്ട് വന്നതാ, അല്ലെങ്കിൽ ഞാനിപ്പോ കൈ കഴുകിയിട്ട് വന്നതാ. എന്നാൽ ഇവിടെ കൈ കഴുകാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ അഴുക്കുണ്ടോ അല്ലെങ്കിൽ കച്ചറകളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ല. കച്ചറകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതായാലും കഴുകും. അല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദയാണ് രണ്ട് കൈയും കഴുകുക. അങ്ങനെ രണ്ട് കൈയും കഴുകിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കണം, നിന്നിട്ടോ നടന്നിട്ടോ അല്ല. ഈ ഇരിക്കുമ്പോഴും ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇനി നേരെ ഇരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നടുവേദനയോ മറ്റു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാരി ഇരിക്കാം, അത് വിഷയം വേറെയാണ്. നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം തുടങ്ങുമ്പോൾ ഉപ്പ് കൊണ്ട് തുടങ്ങണം, അതുപോലെ തന്നെ ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങണം. ഇനി ബിസ്മി ആദ്യത്തിൽ മറന്നുപോയാൽ, ഭക്ഷണം കഴിച്ച് ഇടയിലാണ് നമുക്ക് ഓർമ്മ വന്നത് എങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയണം. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. വലത് കൈ കൊണ്ട് തന്നെ കഴിയുന്നതും 3 വിരലുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കഴിക്കണം. അല്ലെങ്കിൽ 5 വിരൽ കൊണ്ടാണെങ്കിൽ 5 വിരൽ കൊണ്ട് കഴിക്കണം. അല്ലാതെ ഈ ഉള്ളംകൈ മുഴുവനും കച്ചറയല്ല നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ ചോറ് കറിയൊക്കെ ആകുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് അദബ് കേടാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. പല വീടുകളിലുള്ളത് പുരുഷന്മാർ ആദ്യം ഭക്ഷണം കഴിക്കും, പിന്നെയാണ് സ്ത്രീകൾ കഴിക്കുക. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും ഒരു പാത്രത്തിൽ നിന്നും എത്ര ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും അത്രയാൾ ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുക. ഇത് ദാരിദ്ര്യത്തിനെ ഇല്ലാതാക്കുകയും സ്നേഹം വർദ്ധിപ്പിക്കുകയും ഒത്തൊരുമയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവിടെ അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ അവര് വേറെ വേറെ തന്നെയാണ് ഇരിക്കേണ്ടതും, വേറെ വേറെ തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടതും. മഹ്റമിയത്തായ ഉമ്മ, അതുപോലെ തന്നെ വാപ്പ, മക്കള്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കാണാനും തൊടാനും ഒക്കെ അനുവാദമുള്ള മഹ്റമിയത്തായ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ
ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിയുന്നതും ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും സൈഡ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മധ്യഭാഗത്തു നിന്നോ അങ്ങനെയല്ല കഴിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ നിന്നും ഭക്ഷണം കഴിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെയല്ല. കാരണം ഒരു വലിയ പാത്രത്തിൽ ഒരുപാട് ഫ്രൂട്ട്സുകൾ, ഉദാഹരണത്തിന് മുന്തിരി, ആപ്പിള്, തണ്ണിമത്തൻ, പപ്പായ, ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് വേണ്ടത് ആപ്പിളാണ്, ആപ്പിള് ആ തലക്കാണുള്ളത് എങ്കിൽ അവിടെ നിന്ന് എടുത്ത് കഴിക്കാം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ചവച്ചരച്ച് കഴിക്കുക. നന്നായി ചവച്ചരച്ച് സാവധാനത്തിൽ കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന് കുറ്റം പറയാൻ പാടില്ല. ഭക്ഷണത്തിന് കുറ്റം പറയാതിരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആരായി ഭക്ഷണം ഉണ്ടാക്കിയേ, ഇത് അത്ര പോരാ, അല്ലെങ്കിൽ അതിന് ഉപ്പ് പോരാ, അല്ലെങ്കിൽ ടേസ്റ്റ് പോരാ, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിന് കുറ്റം പറയുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഇന്ന് എന്താ ഭക്ഷണം, ഉമ്മ പറയും ഇന്ന് ചോറും മീൻകറിയാണ്. എപ്പോഴും ചോറും മീൻകറിയേ ഉള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും പത്തിരിയും കറിയേ ഉള്ളൂ, ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അവരെന്താണോ ഉണ്ടാക്കി തരുന്നത് അത് വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ കഴിക്കുക. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മീൻ കഴിക്കുകയാണെങ്കിൽ അതിന്റെ മുള്ള് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ പാത്രത്തിന്റെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ കോഴി കഴിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലുകള് ആ പാത്രത്തിന്റെ സൈഡിൽ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വേസ്റ്റ് അത് നമ്മുടെ പാത്രത്തിന്റെ സൈഡിൽ തന്നെ വെക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും വെക്കാൻ പാടില്ല. കഴിയുന്നതും അത് നമ്മുടെ പ്ലേറ്റിന് പുറത്തായിരിക്കണം. ചിലപ്പോ പുറത്ത് കളയാൻ പറ്റാത്തതാണെങ്കിലോ വേറെ ഒരു കാലി പ്ലേറ്റ് വെച്ചിട്ട് അതിലിട്ടോ. ഇനി ഒരു നിലക്കും നമുക്കത് വേസ്റ്റ് പുറത്ത് കളയാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം നമ്മുടെ പ്ലേറ്റിൽ വെക്കാം എന്നല്ലാതെ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ വെക്കരുത്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പാത്രത്തിൽ നിന്നും താഴെ വീഴരുത്. അത് നിലത്തായാലും സുപ്രയിലായാലും എവിടെയും വീഴാൻ പാടില്ല. വീഴാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ വീണ് പോയാൽ അതെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വല്ല നജസിലും വീണ് പോയാൽ അത് കളയേണ്ടി വരും. അങ്ങനെയല്ലാതെ നമുക്ക് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കഴിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അമിതമായി ചൂടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കരുത്. ആ ഭക്ഷണം തണുക്കാൻ വേണ്ടി, നമുക്ക് കഴിക്കാൻ പാകത്തിലാകാൻ വേണ്ടി തണുക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അങ്ങനെയല്ലാതെ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഈ ഭക്ഷണത്തിലേക്ക് ഊതിയിട്ട് അതിനെ തണുപ്പിച്ചിട്ട് ഭക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചൂടുള്ള ഭക്ഷണത്തിലേക്ക് എന്നല്ല, ഭക്ഷണത്തിലേക്ക് ഊതാനേ പാടില്ല. ചില ആളുകൾക്ക് ഈ ചായ ഒഴിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പാലിന്റെ പാട ഒന്നിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ ഊതി മാറ്റുന്ന ഒരു സ്വഭാവം, അതും പാടില്ല. അല്ലെങ്കിൽ പഞ്ചസാരയിലേക്ക് ഉറുമ്പ് വന്നിട്ടുണ്ടാകും, അത് ചായയിൽ വന്നിട്ടുണ്ടാകും, അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഊതിയിട്ട് ഒഴിക്കുക. ഇങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്കോ ഊതാനേ പാടില്ല. അത് ഭക്ഷണത്തിനോടുള്ള അതപകേടാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ പാത്രത്തിലേക്ക് കൊടയരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭക്ഷണം വായിലിട്ടിട്ട് കൈ കൊടയുക, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരല് വായിലിട്ട് ഊമ്പിയെടുക്കുക. നമ്മുടെ കയ്യില് കറിയോ മറ്റ് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും, അതൊക്കെ ഊമ്പിയെടുക്കുക. കാരണം ഏത് ഭക്ഷണത്തിലാണോ ബറക്കത്ത് ഉണ്ടാവുക അത് നമുക്കറിയില്ല. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഊമ്പിയെടുക്കുക. അതുപോലെ തന്നെ പാത്രം വടിച്ചുകൊണ്ട്, നല്ല ക്ലിയറായി വടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഒരൽപ്പം വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് കുടിക്കുക. അതിന് വളരെ പ്രാധാന്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. എന്നാൽ ആദ്യമായി നമ്മൾ ബിസ്മി ചൊല്ലാൻ പറഞ്ഞല്ലോ. നമ്മൾ കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളെങ്കിലും ഉറക്കെ ബിസ്മി ചൊല്ലുക. ആ ഉറക്കെ ബിസ്മി ചൊല്ലുന്ന കാരണം കൊണ്ട് ആർക്കെങ്കിലും ബിസ്മി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയാകാൻ കാരണമാകും. അങ്ങനെ ഉറക്കെ ബിസ്മി ചൊല്ലുക. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തല ഭക്ഷണത്തിലേക്ക് കുനിക്കരുത്. നമ്മുടെ കൈ കൊണ്ട് ഭക്ഷണം വാരിയിട്ട് വായിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. തല ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. അത് അതപകേടാണ്.
ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ, ഒരു വിരുന്നുകാരൻ വന്നാൽ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യമായി ഇരിക്കേണ്ടത് വീട്ടുകാരനാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്നത് നേരെ എതിരാണ്. നമ്മൾ അതിഥിയെ നല്ലോണം സൽക്കരിക്കും, പക്ഷെ വീട്ടുകാരൻ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരിക്കുപോലും ചെയ്യൂല. അവർക്ക് നമ്മൾ ഇങ്ങനെ വിളമ്പി ഇട്ടുകൊടുക്കും, കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിരുന്നുകാർക്ക് നമ്മൾ ഭക്ഷണം ഇട്ടുകൊടുക്കരുത്. ആദ്യമായി നമ്മൾ വിളമ്പി ഇട്ടുകൊടുക്കരുത് എന്നല്ല, പിന്നെയും നമ്മൾ ഭക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും കോരി ഇട്ടുകൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്കറിയില്ലല്ലോ. അവർക്ക് ഭക്ഷണം കഴിച്ച് മതിയായിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ഇട്ടുകൊടുത്താൽ അത് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് അവര് തന്നെ കോരിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇട്ടുകൊടുക്കാൻ പാടില്ല, അത് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുന്നിട്ട് അവസാനം എഴുന്നേൽക്കേണ്ടതും വീട്ടുകാരനായിരിക്കണം. വന്ന വിരുന്നുകാരൊക്കെ എഴുന്നേറ്റതിന് ശേഷമാണ് ഈ വീട്ടുകാരൻ എഴുന്നേൽക്കേണ്ടത്. അതുപോലെ നമ്മുടെ വീടുകളിൽ സാധാരണ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് എന്നാണ്. ആ ഓരോ കാര്യത്തിനും അതിൻ്റെതായ വ്യക്തമായ തെളിവുകളും കാരണങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയതുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയുക. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ആ ഒരു ദിക്റും കൂടെ അതിനുശേഷം പറയുക. നമ്മൾ മറ്റുള്ള വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയ ഒരു ദുആയും കൂടെ അവിടെ ദുആ ചെയ്യണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള ചെറിയ ഒരു ദുആയെങ്കിലും നമ്മൾ ആ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.